ഇനി പ്രധാനപ്പെട്ട പത്രവാർത്തകൾ എന്തൊക്കെയാണെന്ന് നോക്കാം പത്രങ്ങളിലൂടെ. ഇന്ന് 2-ാം തീയതിയായി ജൂൺ 2015 ചൊവ്വാഴ്ച. മലയാള മാസം 1190, ഇടവം 19. ഇന്നത്തെ മെയിനായിട്ടുള്ള കൊടുത്തിരിക്കുന്നത് കർണാടക ഒടുവിൽ തീരുമാനിച്ചു, ജയക്കെതിരെ അപ്പീൽ എന്നും പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. തീരുമാനം 3 ആഴ്ചത്തെ അനിശ്ചിതത്വത്തിനു ശേഷം. അനധികൃത സ്വത്ത് കേസിൽ തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയെ കുറ്റവിമുക്തയാക്കിയ കർണാടക ഹൈക്കോടതി പ്രത്യേക ബെഞ്ച് ഉത്തരവിനെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാൻ 3 ആഴ്ചത്തെ അനിശ്ചിതത്വത്തിനു ശേഷം കർണാടക സർക്കാർ തീരുമാനിച്ചു. വിധിയെ തുടർന്ന് മുഖ്യമന്ത്രി പദം ഏറ്റെടുത്ത ജയലളിത ചെന്നൈ RK നഗറിൽ 27 നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനിരിക്കെയാണിത്. വിധി പ്രഖ്യാപനത്തിൽ ജയലളിതയുടെ ആസ്തി കണക്ക് കൂട്ടിയതിലെ പാളിച്ച വിധി വന്നതിന്റെ പിറ്റേന്നു തന്നെ വൻ വിവാദത്തിന് ഇടയാക്കിയിരുന്നു എന്നും പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കൂടെ തന്നെ അംഗത്തിന് ആളെ കാത്ത് ജയ എന്നും പറഞ്ഞു കൊടുത്തിരിക്കുന്നു. ജയലളിതയ്ക്ക് നിയമസഭയിലേക്ക് വഴിയൊരുക്കാൻ അണ്ണ DMK MLA രാജിവെച്ചതിനെ തുടർന്ന് നടക്കുന്ന RK നഗർ ഉപതെരഞ്ഞെടുപ്പിൽ എതിരാളികൾക്കായുള്ള കാത്തിരിപ്പിലാണ് തലവിയും പാർട്ടിയും. DMK, PMK, കോൺഗ്രസ്, MDMK, DMC, VCK തുടങ്ങിയ മുഖ്യ പ്രതിപക്ഷ പാർട്ടികൾ മത്സരിക്കില്ലെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. BJP, DMDK കക്ഷികളുടെ ഇടതു പാർട്ടികളുടെയും തീരുമാനമാണ് വ്യക്തമാകാനുള്ളത് എന്നും പറഞ്ഞിട്ടാണ് ഈ ന്യൂസ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ മറ്റൊരു ന്യൂസ്, വിമാന ഇന്ധനത്തിനും സബ്സിഡി ഇല്ലാത്ത പാചകവാതകത്തിനും വില കൂട്ടി എന്നൊരു ന്യൂസാണ്. വിമാന നിരക്ക് ഉയർന്നേക്കും എന്നും കൊടുത്തിട്ടുണ്ട്. ന്യൂഡൽഹി സബ്സിഡി ഇല്ലാത്ത പാചകവാതക സിലിണ്ടറിനും വിമാന ഇന്ധനത്തിനും വില കൂട്ടി. LPG സിലിണ്ടറിനും 10 രൂപയും 50 പൈസയും, 1 കിലോമീറ്റർ വിമാന ഇന്ധനത്തിന് 3744 രൂപയും ഉയർന്നു. ഇന്ധനവില ഉയർന്നതോടെ വിമാനയാത്ര നിരക്ക് ഉയരാൻ സാധ്യതയേറിയെന്നും പറഞ്ഞിട്ടാണ് ഇതിന്റെ ന്യൂസ് കൊടുത്തിരിക്കുന്നത്. മറ്റൊരു ന്യൂസ് ഉള്ളത്, 92 വയസ്സിൽ 42 കിലോമീറ്റർ മാരത്തൺ എന്ന് പറഞ്ഞിട്ടൊരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ് കൊടുത്തിരിക്കുന്നത്. ലോസ് ആഞ്ചൽസിലാണ്. പ്രായത്തെയും രോഗത്തെയും മാരത്തണിലിന്റെ ലഹരിയിൽ മറികടന്ന ഹാരിയറ്റ് തോംസൺ എന്ന മുത്തശ്ശി പുതിയ ലോക റെക്കോർഡിട്ടു. 92-ാം വയസ്സിൽ കാലിഫോർണിയയിലെ റോക്ക് ആൻഡ് റോൾ മാരത്തണിൽ 42.16 കിലോമീറ്റർ ഓടിയ അവർ മാരത്തൺ ഫിനിഷ് ചെയ്യുന്ന ലോകത്തെ ഏറ്റവും പ്രായം ചെല്ലുന്ന വനിത എന്ന ബഹുമതി സ്വന്തമാക്കി എന്നും പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഒരു ഫോട്ടോ ഉണ്ട്, നല്ലൊരു ഫോട്ടോയാണ് കൊടുത്തിരിക്കുന്നത്. അയ്യോ നാണം കെടുത്തല്ലേ ചേട്ടാ എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ്. ആദ്യ ദിനം സ്കൂളിലെത്തിയതിന്റെ അങ്കലാപ്പിൽ കണ്ണീരൊഴുക്കി നിൽക്കുമ്പോഴാണ് പ്രവേശനോത്സവത്തിന്റെ ചിത്രം പകർത്താനെത്തിയ ഫോട്ടോഗ്രാഫറെ കണ്ടത്. കെട്ടിപ്പിടിച്ച് രക്ഷിക്കണേ എന്ന് ഒറ്റ കരച്ചിൽ. കോട്ടയം ബേക്കർ മെമ്മോറിയൽ LP സ്കൂളിൽ നിന്നുള്ള കാഴ്ച എന്ന് പറഞ്ഞിട്ട് നല്ലൊരു പിക്ചറും കൂടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ മറ്റ് ഒരു ന്യൂസ് ഉള്ളത്, തീരം പ്രക്ഷുബ്ധം, ട്രോളിംഗ് നിരോധം തുടങ്ങി എന്ന് പറഞ്ഞൊരു ന്യൂസാണ്. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച 61 ദിവസത്തെ ട്രോളിംഗ് നിരോധം തീരത്തെ സംഘർഷ മേഖലയാക്കി. ട്രോളിംഗ് നിരോധനത്തെ ശക്തമായി എതിർക്കുമെന്ന് പറഞ്ഞ് ബോട്ടുടമകളും മത്സ്യത്തൊഴിലാളികളും രംഗത്തെത്തിയതാണ് സംഘർഷത്തിനിടയാക്കിയത്. കേന്ദ്ര സർക്കാരിന്റെ ആഴക്കടൽ മത്സ്യബന്ധന നിരോധനം ലംഘിച്ച് കൊച്ചിയിൽ നിന്നും ഇന്നലെ 300-ലധികം ബോട്ടുകൾ കടലിലിറങ്ങി. മുനമ്പം, വൈപ്പിൻ, കൊച്ചി ഹാർബറുകളിൽ നിന്നുള്ള ബോട്ടുകളാണ് പുലർച്ചെ മത്സ്യബന്ധനത്തിന് പോയത് എന്നും പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ മറ്റൊരു ന്യൂസ് തന്നെ, അധ്യയന വർഷത്തിന് തുടക്കം, ആശങ്കകൾ ബാക്കിയെന്നും പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നു. ഫസ്റ്റ് തന്നെ കുറേ കുരുന്നുകളുടെ ഫോട്ടോ ഒക്കെ ഇട്ടുണ്ട്. പുതിയ അധ്യയന വർഷത്തിന്റെ ആദ്യ ദിനം ക്ലാസ്സിലെത്തിയ കുരുന്നുകൾ മലപ്പുറം AUP സ്കൂളിൽ നിന്നെന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ന്യൂസിലേക്ക് പോകാം. അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കാൻ 2.5 ലക്ഷത്തിലധികം കുരുന്നുകൾ ഇന്നലെ സംസ്ഥാനത്തെ വിവിധ വിദ്യാലയ മുറ്റത്തിലെത്തി. പുത്തുനുടുപ്പുകളും ബാഗും തോളിനെന്തി കളിച്ചിരിയോടെ എത്തിയ കുരുന്നുകളെ അധ്യാപകരും മുതിർന്ന വിദ്യാർത്ഥികളും സന്തോഷത്തോടെയാണ് വരവേറ്റത്. സംസ്ഥാനത്തുടനീളം പുതിയ കുട്ടികൾക്ക് വേണ്ടി മുതിർന്ന കുട്ടികളുടെ നേതൃത്വത്തിൽ വിപുലമായ ഒരുക്കങ്ങളാണ് വിദ്യാലയങ്ങളിൽ നടത്തിയത് എന്നും പറഞ്ഞിട്ടാണ് ഇതിന്റെ ന്യൂസും കൊടുത്തിട്ടുള്ളത്. അതുപോലെ മറ്റു ന്യൂസുകളിലേക്ക് പോകുകയാണെങ്കിൽ, ബസ് ടെർമിനൽ തുറന്നു, പുതുമോടിയിൽ KSRTC എന്നും പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത്. KSRTCയുടെ കോഴിക്കോട്ടെ ബസ് ടെർമിനൽ ഷോപ്പിംഗ് കോംപ്ലക്സ് നാടിന് സമർപ്പിച്ചു. ആയിരങ്ങൾ സാക്ഷിയാകാനെത്തിയ ചടങ്ങിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ ഗതാഗത വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പുതിയ ബസ് സമുച്ചയത്തിൽ നിന്നുള്ള സർവീസിന്റെ ഫ്ളാഗ് ഓഫ് പഞ്ചായത്ത് സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ MK മുനീർ നിർവഹിച്ചു. KSRTC ഭരണ കാര്യാലയത്തിന്റെ താക്കോൽദാനം MK രാഘവൻ MP നിർവഹിച്ചു എന്നും പറഞ്ഞിട്ടാണ് ഇതിന്റെ ന്യൂസ് കൊടുത്തിട്ടുള്ളത്.
ഇനി മറ്റൊരു ന്യൂസ് ഉള്ളത്, വിഴിഞ്ഞം പദ്ധതി കരക്കടുപ്പിച്ചത് UDF, ഇടതു നിലപാടിൽ ദുരൂഹത എന്ന് മുഖ്യമന്ത്രി. വിഴിഞ്ഞം തുറമുഖ പദ്ധതി അട്ടിമറിക്കാൻ ഇടതുമുന്നണി രംഗത്ത് വന്നിരിക്കുന്നത് കേരളത്തെ ഞെട്ടിച്ചിരിക്കുകയാണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. 3 സർക്കാരുകളുടെ കാലത്ത് 4 തവണ പരാജയപ്പെട്ട ടെൻഡർ നടപടി കരക്കെടുക്കുമെന്ന് കണ്ടപ്പോൾ പദ്ധതിക്കെതിരെ രംഗത്ത് വന്നതിനു പിന്നിൽ ദുരൂഹതയുണ്ട്. ഇപ്പോൾ അല്ലെങ്കിൽ ഒരിക്കലുമില്ലെന്നതാണ് വിഴിഞ്ഞം പദ്ധതിയുടെ അവസ്ഥയെന്നും ഇടതുമുന്നണി ഓർക്കണമെന്നും അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ന്യൂസ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇനി മറ്റു ന്യൂസിലേക്ക് പോവുകയാണെങ്കിൽ VS കേന്ദ്ര നേതൃത്വത്തെ സമീപിക്കുമെന്നാണ് കൊടുത്തിരിക്കുന്നത്. അരുവിക്കര ഒഴിവാക്കിയതിൽ അതൃപ്തി. അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണ കൺവെൻഷനിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനെ ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ട് CPM-ൽ വിവാദം കൊഴുക്കുന്നു. പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം ഇടപെടാതെ അരുവിക്കരയിലേക്കില്ലെന്ന തീരുമാനത്തിലാണ് VS കൺവെൻഷനിൽ നിന്ന് തന്നെ ഒഴിവാക്കിയതിലുള്ള പ്രതിഷേധം അദ്ദേഹം കേന്ദ്ര കമ്മിറ്റിയെ അറിയിച്ചിട്ടുണ്ട്. നെയ്യാറ്റിൻകരയിലും പിറവത്തും ഉപതെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ ഉദ്ഘാടനം ചെയ്യാൻ താൻ അരുവിക്കര കൺവെൻഷനിൽ നിന്ന് എങ്ങനെ പുറത്തായെന്നാണ് VS ചോദിക്കുന്നത് എന്നും പറഞ്ഞിട്ടാണ് ന്യൂസ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള വാർത്തകൾ. ഇനി നമുക്ക് സ്പോർട്സ് പേജിലേക്ക് പോകാം. ഇനി സ്പോർട്സിലെ പ്രധാനപ്പെട്ട വാർത്തകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സ്പോർട്സിലുള്ള വാർത്തകളിൽ പാഠം 1 ഫിജി എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസാണ് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് പോകാം. പുതിയ അധ്യയന വർഷം പുതിയ പാഠം എന്നും പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ആകെ ജനസംഖ്യ 10 ലക്ഷത്തിന്റെ താഴെ, അതിൽ 50% ഇന്ത്യൻ വംശജർ. എന്നിട്ടും ശതകോടി ജനങ്ങളുടെ ഇന്ത്യക്ക് സാധിക്കാത്തത് ഫിജി നേടിയിരിക്കുന്നു. ന്യൂസിലാൻഡിൽ നടക്കുന്ന അണ്ടർ-20 ലോകകപ്പിൽ പസഫിക്കിലെ കൊച്ചുദ്വീപായ ഫിജി അരങ്ങേറി. ആദ്യ മത്സരം ജർമ്മനിയുടെ സുന്ദരമായ തോറ്റെങ്കിലെന്ത്. അണ്ടർ-17 ലോകകപ്പിന് ആതിഥ്യമരുളുന്നത് കൊണ്ട് മാത്രം ഇന്ത്യ കളിക്കാർ ബൂട്ട് കെട്ടുന്ന കാലത്ത് അതിനേക്കാൾ വലിയ ചാമ്പ്യൻഷിപ്പിൽ ഫിജി യോഗ്യത തേടി കളിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ന്യൂസ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ മറ്റൊരു ന്യൂസ്, ക്രിക്കറ്റ് ബോർഡിനെ ഉപദേശിച്ചു നന്നാക്കാൻ ത്രിമൂർത്തികൾ എന്ന് പറഞ്ഞൊരു ന്യൂസാണ്. ഫോട്ടോ സച്ചിൻ, ഗാംഗുലി, ലക്ഷ്മൺ എന്നിവരുടെ ഫോട്ടോയും കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ ക്രിക്കറ്റിൽ പുതിയ ഇന്നിംഗ്സിന് തുടക്കമിടാൻ ത്രിമൂർത്തികൾ എത്തുന്നു. ടീമിനെ വിജയങ്ങളിലേക്ക് നയിക്കുന്നതിന് മാർഗനിർദ്ദേശികളാവാൻ മുൻ താരങ്ങളായ സച്ചിൻ ടെണ്ടുൽക്കർ, സൗരവ് ഗാംഗുലി, VVS ലക്ഷ്മൺ എന്നിവരെ BCCI നിയോഗിച്ചു. ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡിൽ പുതുതായി രൂപീകരിച്ച 3-അംഗ ഉപദേശക സമിതിയിൽ 3 ഉൾപ്പെടുത്തി. സമിതിയുടെ ഭാഗമാവാനുള്ള ക്ഷണം ഇവർ സ്വീകരിച്ചതായി BCCI അറിയിച്ചു. ഉപദേശക സമിതിയിലെത്തിയതോടെ ഗാംഗുലി ടീമിന്റെ കോച്ചാവാനുള്ള സാധ്യത മങ്ങി. രാഹുൽ ദ്രാവിഡിനെയും സമിതിയിലേക്ക് പരിഗണിച്ചിരുന്നെങ്കിലും തിരക്കുകൾ മൂലം അദ്ദേഹം ഒഴിവാകുകയായിരുന്നു എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മളുടെ UAE-യിൽ എന്തൊക്കെയാണ് UAE ന്യൂസ് പ്രധാനപ്പെട്ട ന്യൂസുകളെന്ന് നോക്കാം. റംസാനിൽ വിലക്കുറവ് ഉറപ്പാക്കി സ്ഥാപനങ്ങൾ. അവശ്യ സാധനങ്ങൾക്കും പഴം, പച്ചക്കറികൾക്കും റംസാനിൽ വില കൂടില്ലെന്ന്. അബുദാബി പുണ്യങ്ങളുടെ വസന്തവുമായി റംസാൻ എത്താൻ നാളുകൾ മാത്രം ബാക്കി നിൽക്കെ വിലക്കുറവ് വാഗ്ദാനം ചെയ്ത് വ്യാപാര സ്ഥാപനങ്ങൾ അവശ്യ സാധനങ്ങൾക്കും പഴം, പച്ചക്കറികൾക്കും റംസാനിൽ വില കൂടില്ലെന്നാണ് സ്ഥാപനങ്ങളുടെ അവകാശവാദം. വില കുറച്ചും സ്ഥിരപ്പെടുത്തിയ വില വർധന നിയന്ത്രിക്കുമെന്നാണ് അധികൃതർക്ക് വ്യാപാര സ്ഥാപനങ്ങൾ നൽകിയിരിക്കുന്ന ഉറപ്പ്. ഇതിന്റെ ഭാഗമായി ലുലു 2000 ഉൽപ്പന്നങ്ങൾക്ക് വില കുറയ്ക്കും. ചെറിയ പെരുന്നാൾ വരെ വിലക്കുറവുണ്ടാകുമെന്നാണ് പറയുന്നത് എന്നും പറഞ്ഞു കൊടുത്തിരിക്കുന്നു. നെക്സ്റ്റ് ഒരു ന്യൂസ്, നിയമലംഘനത്തിന് കുടുങ്ങിയത് 46 സ്ഥാപനങ്ങൾ എന്ന് തന്നെ കൂടെ കൊടുത്തിരിക്കുന്നു. ദുബായിൽ 46 വ്യാപാര സ്ഥാപനങ്ങൾ നിയമം ലംഘിച്ചതായി സാമ്പത്തിക മന്ത്രാലയം അധികൃതർ കണ്ടെത്തി. അനുമതിയില്ലാതെ ഔഷധങ്ങൾ വിറ്റ ഗ്രോസറികളും കുടുങ്ങിയിട്ടുണ്ട്. ഭക്ഷ്യസാധനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ എമിറേറ്റിൽ മന്ത്രാലയ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് നിയമലംഘകർ പിടികൂടിയത്. ഊർജ്ജദായക ഉത്തേജക മരുന്നുകളും സൗന്ദര്യവർദ്ധക വസ്തുക്കളുമാണ് ഗ്രോസറികൾ വഴി വിറ്റിരുന്നത്. ഡോക്ടർമാരുടെ കുറിപ്പില്ലാതെ വിൽക്കാൻ പാടില്ലാത്ത മരുന്നുകളും ഗ്രോസറി നടത്തിപ്പുകാർ യഥേഷ്ടം വിറ്റിരുന്നതായി കണ്ടെത്തി. ആശുപത്രികൾക്കും ഫാർമസികൾക്കും മാത്രം വിൽപ്പനാവകാശമുള്ള മരുന്നുകളാണ് ഇവ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇനി മറ്റൊരു ന്യൂസിലേക്ക് പോവുകയാണെങ്കിൽ 13 കിലോ ഹെറോയിനുമായി 2 പേർ പിടിയിലെന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അജ്മാനിലാണ് സംഭവം. 13 കിലോ ഹെറോയിനുമായി 2 പേരെ അജ്മാൻ പോലീസിലെ ലഹരി വിരുദ്ധ വിഭാഗം പിടികൂടി. ആഫ്രിക്കൻ വംശജരാണ് പിടിയിലായത്. 2 പേരുമെന്ന് ലഹരി വിരുദ്ധ വിഭാഗം തലവൻ കേണൽ സയ്യിദ് ഹുമൈദ് നാസർ അൽ ഹുസ്നി അറിയിച്ചു. അൽ നുഐമിയ പോലീസ് സ്റ്റേഷനിൽ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് പ്രതികളുടെ താമസ സ്ഥലത്തെത്തിയതും എന്ന് പറഞ്ഞിട്ടാണ് ഇതിന്റെ ന്യൂസ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അതുപോലെ മറ്റൊരു ന്യൂസിലേക്ക് പോവുകയാണെങ്കിൽ, പിഴ അടയ്ക്കേണ്ടി വരിക പരമാവധി 500 ദിർഹം എന്നാണ് കൊടുത്തിരിക്കുന്നത്. 60 കിലോമീറ്റർ കൂടുതൽ വേഗം അനുവദിച്ചിരിക്കുന്ന റോഡുകളിലൂടെ സൈക്കിൾ ഓടിക്കുന്നവർക്ക് 500 ദിർഹമാണ് പിഴ.
പ്രത്യേക ട്രാക്കുകളിലൂടെ അല്ലാതെ സൈക്കിൾ ഓടിക്കുന്നവർക്ക് പിഴ 300 ദിർഹം. അപകടകരമാം വിധം സൈക്കിൾ ഓടിച്ചാലും ഇതേ പിഴ ലഭിക്കും. നടത്തത്തിനും വ്യായാമത്തിനുമുള്ള പാതയിലൂടെ സൈക്കിൾ സവാരി നടത്തിയാൽ പിഴ 200 ദിർഹം. സൈക്കിൾ ട്രാക്കിൽ വാഹനം പാർക്ക് ചെയ്താൽ 300 ദിർഹം പിഴ ചുമത്തും. RTA നിർദ്ദേശിക്കുന്ന സുരക്ഷോപകരണമില്ലാതെ സൈക്കിൾ ഓടിച്ചാൽ 200 ദിർഹം. വേണ്ട സംവിധാനമില്ലാതെ മറ്റൊരു യാത്രക്കാരനെ സൈക്കിളിൽ കയറ്റിയാലും ഈ പിഴ നൽകേണ്ടി വരും. ഗ്രോസറി, കഫ്റ്റീരിയ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ നിന്ന് സാധനങ്ങൾ വീടുകളിലും ഓഫീസുകളിലും എത്തിക്കുന്നതിനാണ് പ്രധാനമായും സൈക്കിൾ ഉപയോഗിക്കുന്നത് എന്നും പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ സൈക്കിൾ സവാരിക്ക് പുതിയ ട്രാക്ക്, റോഡിൽ കയറിയാൽ പിഴ. ദുബായിൽ സൈക്കിൾ നിയമങ്ങൾ രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്നു. വേഗപരിധി മണിക്കൂറിൽ 60 കിലോമീറ്ററിൽ കൂടുതലുള്ള റോഡുകളിൽ സൈക്കിൾ സവാരി നിരോധിച്ചത് ഉൾപ്പെടെ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ദുബായ് എക്സിക്യൂട്ടീവ് കൗൺസിൽ പുറപ്പെടുവിച്ച വിജ്ഞാപനം നടപ്പാക്കും. സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകിയ നടപടിക്രമങ്ങളുമായതെന്ന് അധികൃതർ പറഞ്ഞു. സൈക്ലിംഗുമായി ബന്ധപ്പെട്ട് നിയമങ്ങൾക്ക് രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്താനും ഇക്കാര്യത്തിൽ ദുബായിയെ ലോകത്തിലെ മുൻനിര നഗരങ്ങളിലേക്ക് എത്തിക്കാനുമാണ് ശ്രമമെന്ന് RTA അറിയിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഇതിനെക്കുറിച്ചിട്ടുള്ള ന്യൂസ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇനി നമ്മൾ UAE ഒരുപാട് ന്യൂസുകൾ നമ്മൾ കവർ ചെയ്യാനുണ്ട്. ഓക്കെ, അതിൽ ഒരു ന്യൂസ് ഉള്ളത് നമ്മുടെ പറയുമ്പോൾ എപ്പോഴും അറിയാം, നമ്മൾ എന്തൊരു ചൂടാണല്ലേ, പുറത്തേക്ക് ഒന്നും നമുക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല, അത്രയ്ക്കും ചൂടാണ്. ചൂട് വാഹനങ്ങൾക്ക് തീ പിടിക്കുന്നതും ടയർ പൊട്ടുന്നതും പതിവാകുന്നു. ഞാൻ എപ്പോഴും വായിക്കുമ്പോഴുള്ളൊരു ന്യൂസാണ്. എപ്പോഴും അധികം കാണാം ഈ ചൂട് കാരണം കൊണ്ട് ടയറിന് തീ പിടിക്കുന്ന ഒരു സംഭവം. അധികം ഇപ്പോൾ ഞാൻ ന്യൂസിൽ ഉൾക്കൊള്ളുത്താറുണ്ട് തോന്നുന്നുണ്ട്. വേനൽ ചൂട് കടുത്തതോടെ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങളിൽ തീ പിടിക്കുന്നതും ടയർ പൊട്ടുന്നതും പതിവാകുന്നു. വേഗത കൂടിയ റോഡുകളിലാണ് വാഹനങ്ങളുടെ ടയർ പൊട്ടിയുള്ള അപകടങ്ങൾ കൂടുതലുണ്ടാകുന്നത്. കൂടാതെ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങൾക്ക് തീ പിടിക്കുന്നതും നിത്യസംഭവമായിട്ടുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് ഷാർജ അൻസാർ മാളിന് സമീപം ഓടിക്കൊണ്ടിരിക്കുന്ന കാറിന്റെ എഞ്ചിനിൽ നിന്ന് പുക ഉയർന്നതിനെ തുടർന്ന് ഡ്രൈവർ പുറത്തിറങ്ങി പരിശോധിക്കുമ്പോഴേക്കും തീ ആളിപ്പടരുകയായിരുന്നു. അന്യരാജ്യത്ത് നിന്നെത്തിയ വാഹനമായിരുന്നു ഇത്. അതുമൂലം ഷാർജ ദുബായ് റോഡിൽ 1 മണിക്കൂറോളം ഗതാഗതം സ്തംഭിച്ചു. ഷാർജ പോലീസും അഗ്നിശമന വിഭാഗവും സ്ഥലത്തെത്തിയാണ് തീ അണച്ചത് എന്നും പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട ഗൾഫ് ന്യൂസുകൾ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ എന്താ പറയുക, നമ്മൾ ഒരുപാട് പ്രത്യേകം ഈ ചൂടിന് പ്രത്യേകം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മളെപ്പോഴും ഭക്ഷണ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അല്ലെ. ചിക്കൻ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കുക. കാരണം അധികം കൂടുതൽ ചൂട് നമ്മുടെ ശരീരത്തിന് ചൂട് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ഇതേപോലെ ബീഫാണെങ്കിലും ചിക്കൻ ആണെങ്കിലും അതുപോലെ അങ്ങനത്തെ മീറ്റ് ഐറ്റംസൊക്കെ. അപ്പോൾ മാക്സിമം നമ്മൾ പച്ചക്കറികളും അതുപോലെ ജ്യൂസ് അങ്ങനെയൊക്കെ കഴിക്കാൻ നോക്കുക ഈ സമയത്തൊക്കെ. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ശരീരത്തിന് ചൂട് കൂടുകയാണ് ചെയ്യുക. മാക്സിമം ഒഴിവാക്കാമെന്ന് മനസ്സ് എപ്പോഴെങ്കിലൊക്കെ ഇടയ്ക്കൊക്കെ ചെയ്യുക, ഡെയിലി എന്നുള്ളത് നിന്ന് മാറ്റുക. മറ്റൊരു ന്യൂസ് ഉള്ളത് കാലാവസ്ഥ വില്ലനായി സൗരവിമാനം ജപ്പാനിൽ ഇറക്കി എന്നൊരു ന്യൂസാണ് കൊടുത്തിരിക്കുന്നത്. ദുബായ് ലോകം ചുറ്റുന്ന സൗരവിമാനം സോളാർ ഇംപൾസ് 2 മോശം കാലാവസ്ഥ കാരണം ജപ്പാനിലേക്ക് തിരിച്ചുവിട്ടു. പ്രാദേശിക സമയം രാവിലെ 11:49 വിമാനം നഗോയ വിമാനത്താവളത്തിൽ സുരക്ഷിതമായി ഇറങ്ങി. നിർണായകമായ പസഫിക് യാത്രക്കിടയിലാണ് കാലാവസ്ഥ വില്ലനായത്. പൈലറ്റ് ആൻഡ്രേ ബ്രോഷ്ബേക്ക് വിമാനം നഗോയയിലെ കൊമാക്കി വിമാനത്താവളത്തിൽ ഇറക്കിയതായി സോളാർ ഇമ്പൾസ് ടീം ഇമെയിൽ സന്ദേശത്തിൽ അറിയിച്ചു. അത് അതിൻ്റെ ന്യൂസൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ശാന്തസമുദ്രം കനിഞ്ഞില്ല എന്നും പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ശാന്ത സമുദ്രത്തിൽ കാലാവസ്ഥ പ്രക്ഷുബ്ധമായതിനെ തുടർന്ന് ഇതുവഴിയുള്ള വിമാനയാത്രയും ഏറെ വെല്ലുവിളി നിറഞ്ഞതാണ്. കാലാവസ്ഥ അനുകൂലമാകാൻ ചൈനയിലെ നാൻജിങ്ങിൽ 1 മാസത്തോളം കാത്തിരുന്ന ശേഷമാണ് ചരിത്രയാത്ര തുടങ്ങിയതെന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിൻ്റെ ന്യൂസും കൊടുത്തിരിക്കുന്നത്. അപ്പം എന്തായാലും നമ്മുടെ ഇതൊക്കെയാണ്. ഒരു ചെറിയൊരു ന്യൂസും കൂടി പെട്ടെന്ന് വായിച്ചിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി തുടങ്ങി. റംദാൻ സ്കൂൾ സമയത്തിൽ മാറ്റമില്ല എന്ന് കൊടുത്തിരിക്കുന്നു. ദുബായ് വരുന്ന റംദാനിൽ സ്കൂൾ സമയത്തിൽ മാറ്റമുണ്ടാകില്ലെന്ന് നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റി. റംദാനിൽ സ്കൂൾ സമയം ക്രമം മാറ്റണമെന്ന് നേരത്തെ രക്ഷിതാക്കൾ ആവശ്യം ഉന്നയിച്ചിരുന്നു. 8:30 മുതൽ 1 മണി വരെയാണ് സമയക്രമം. ചെറിയ ഇടവേളകൾ ഉണ്ടാകും. എല്ലാ ക്ലാസ്സുകളിലെയും വിദ്യാർത്ഥികൾക്ക് ഇത് ബാധകമാണെന്നും റെഗുലേഷൻസ് ആൻഡ് പെർമിറ്റ്സ് കൗൺസിൽ മേധാവി മുഹമ്മദ് ദർവീഷ് പറഞ്ഞു എന്നുമായിട്ടാണ് ന്യൂസ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. അപ്പോൾ നമുക്ക് നാളെ ഇതുപോലെ വീണ്ടും ഒരുപാട് പത്രവാർത്തകളും ഒരുപാട് നല്ല സ്ഥലങ്ങളൊക്കെ പരിചയപ്പെടുത്തിയിട്ടൊക്കെ നമുക്ക് വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.